നമസ്കാരം. നമ്മുടെ നാട്ടിലെ മുതിർന്നവർക്ക് വലിയൊരു സന്തോഷ വാർത്തയുമായാണ് ഇത്തവണത്തെ കേരള ബഡ്ജറ്റ് എത്തിയിരിക്കുന്നത്. പ്രായമായവരെ പൊന്നുപോലെ നോക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി ചരിത്രത്തിലാദ്യമായി ഒരു പ്രത്യേക വയോജന ബഡ്ജറ്റ് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ കൂടുന്നു എന്നതാണ്. മുതിർന്നവർക്കും വിവിധ ക്ഷേമവിധിയിൽ ഉള്ളവർക്കും ഇനി മുതൽ മാസം 2000 രൂപ മുതൽ പെൻഷൻ ലഭിക്കും. നേരത്തെ ഇത് 1600 രൂപയായിരുന്നു. കഴിഞ്ഞ നവംബർ മുതൽ തന്നെ ഈ തുക കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 62 ലക്ഷം പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അതുപോലെ ക്യാൻസർ, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുത് എന്നാണ് സർക്കാർ ലക്ഷ്യം. പാവപ്പെട്ട കുടുംബങ്ങളിലെ മുതിർന്നവർക്ക് ന്യൂമോണിയ വരാതിരിക്കാനുള്ള വാക്സിൻ ഇനി സൗജന്യമായി ലഭിക്കും. കൂടാതെ നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ പോലും ഡയാലിസിസ് സൗകര്യം വരികയാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഈ സൗകര്യം ഉറപ്പുവരുത്തുന്നത്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായവർക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ റിട്ടയർമെന്റ് ഹോമുകൾ സർക്കാർ തുടങ്ങും. നല്ല ഭക്ഷണവും ചികിത്സയും ഇവിടെ ഉറപ്പാക്കും. ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നവർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവരെ സഹായിക്കാൻ നാട്ടിൽ തന്നെ വോളണ്ടിയർമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. സഹായത്തിന് വിളിക്കാൻ പ്രത്യേക ഫോൺ നമ്പറും അവർക്ക് നൽകും. ജോലിയിൽ നിന്ന് വിരമിച്ചു എന്ന് കരുതി ആരും വീട്ടിലിരിക്കേണ്ടതില്ല. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനും ന്യൂ ഇന്നിങ്സ് എന്ന പേരിൽ പുതിയൊരു പദ്ധതി തുടങ്ങുന്നുണ്ട്. കൂടാതെ സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുമ്പോൾ അവസാന ശമ്പളത്തിന്റെ പകുതി തുക പെൻഷനായി ഉറപ്പു നൽകുന്ന അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ തുടങ്ങും.